ഗുഡ് മോർണിംഗ് ആൾ. എല്ലാ മാസവും ഈ മീറ്റിംഗ് വയ്ക്കുന്നതിൻ്റെ അടുപ്പിച്ച് തന്നെ ഒരു അൺസർട്ടനിറ്റി എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാകാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ട്രേഡ് ഡീൽസ് സംബന്ധിക്കായിരിക്കും. ഇപ്പോഴും അതുപോലെ തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 9 തീയതി ആവുമെന്ന് പറഞ്ഞു, ഇതുവരെ ഡീലൊന്നും ആയിട്ടില്ല, സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉറപ്പായിട്ടും മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഫാർമി IT ഒക്കെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ FISൻ്റെ സെല്ലിങ് മുമ്പത്തെ പോലെ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും 4000-5000 കോടി സെല്ലിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നലെ 1000 കോടി സെല്ലിങ് ഉണ്ട്, പക്ഷേ ഇടയ്ക്ക് ബൈയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫേവറബിളാണ്. മുമ്പത്തെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് 4000, 5000, 6000 കോടി സെല്ലിങ് ഒന്നും ഇപ്പോൾ ഇല്ല. പിന്നെ മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡിൽ നിന്നും മാറി ഒരു അതിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയിൽ നിന്നും 4500 പോയിൻ്റ് അടിച്ചിട്ട് ഒരു 80-90% കവർ ചെയ്തിട്ടുണ്ട്. 21,800 പോയിട്ട് റീസെൻ്റ്ലി ഒരു 25,600 വന്നു. ഓൾ ടൈം ഹൈ 26,200 അപ്പോൾ അത് ഒരു 26,000 വാല്യൂ ഉള്ള ഒരു ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് ബൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലൈഫ് ടൈം ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇപ്പോൾ 2 ദിവസം കൊണ്ട് കുറച്ച് വീഴുന്നിട്ടുണ്ട്, എങ്കിലും ഒരു മൊത്തം വീഴ്ചയുടെ റീട്രേസ്മെൻറ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും ഹൈ കട്ട് ചെയ്യാനുള്ള ചാൻസ് തന്നെയാണ് കൂടുതൽ. ഇനി അങ്ങോട്ട് റിസൾട്ടിൻ്റെ സീസൺ തുടങ്ങിയിട്ടുണ്ട്, അതും ഇമ്പാക്റ്റ് ചെയ്യും. ചാർട്ട് നോക്കാം. ഇത് നിഫ്റ്റിയുടെ അപ്പ് ആൻഡ് ഡൗൺസിലുള്ള ചാനൽസാണ്. സ്റ്റിൽ ഇപ്പോഴും അത് മൂവ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ഇടയ്ക്കുള്ള ഈ വീഴ്ചയൊക്കെ ട്രംപിൻ്റെ ഒരു താരിഫൊക്കെ വന്നപ്പോൾ ഒരു ചെറിയൊരു വീഴ്ചയാണ്. ബാക്കി എങ്ങനെ നോക്കിയാലും മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ്സ് ഒരു അപ്വേർഡ് ചാനൽ തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞത്, ഇത് ഇപ്പോഴത്തെ റീസെൻ്റായിട്ട് വന്ന ലോയും റീസെൻ്റായിട്ട് വന്ന ഹൈയും തമ്മിലുള്ള വീഴ്ചയുടെ നോക്കുകയാണെങ്കിൽ 23.6 റീട്രേസ്മെൻ്റ് ഉണ്ട്. അതായത് ഏറ്റവും ലാസ്റ്റ് വന്ന 21,800 അവിടെ നിന്ന് ബൗൺസ് ചെയ്ത് 25,600 വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു താഴെ നിന്ന് മുകളിൽ നിന്ന് വന്ന ഒരു അപ്പ് മൂവ്മെൻറ്റിൻ്റെ 23.6% എപ്പോഴും റീട്രേസ്മെൻറ്റ് കീപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്താറുണ്ട്. ആ ലെവൽസ് വന്നിട്ട് 24,750. ഇത് നമ്മൾ 2 മാസം മുന്നേ കാണിച്ച ചാർട്ടാണ്. ഒരു വലിയൊരു ഫോളോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു റീട്രേസ്മെൻറ്റ് 61.8. അത് ആദ്യത്തെ റീട്രേസ്മെൻറ്റ് 23, പിന്നെ 32, പിന്നെ 50, 61 അങ്ങനെയാണ് റീട്രേസ്മെൻറ്റ് വരുന്നത്. 61% മുകളിൽ പോയാൽ എപ്പോഴും ആ ട്രെൻഡ് റിവേഴ്സലായി പിന്നെ അത് തിരിച്ച് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 61.8 റീട്രേസ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ മാസം 2 മാസം മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിലും 24,550 അതും നേരത്തെ റീസെൻ്റ് ആയിട്ടുള്ള റീട്രേസ്മെൻറ്റ് 24,750 ഇത് രണ്ടും സപ്പോർട്ടാണ്. പിന്നെ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ ലിവറേജ് പോർഷൻ ഒഴിവാക്കിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ 20 EMIക്ക് അടുത്ത് നിൽക്കുന്ന സ്റ്റോക്കുകൾ വാങ്ങിയാലും അത് കയറാനുള്ള ചാൻസും കൂടുതലാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. വേറൊന്നുമില്ല. താങ്ക് യു.